വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഇന്ന് 29/7/2025 ട്യൂസ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ഗോൾഡിൽ ഡേ ടൈം എങ്ങനെ ട്രേഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾക്ക് ഹോൾ മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയുന്നവർ മാത്രമാണ് ട്രേഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവരവരുടെ ക്യാപിറ്റൽ നല്ല രീതിയിൽ സെക്യൂർ ആക്കി വെക്കാനായിട്ട് നമ്മൾ കറക്റ്റ് എസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. ഇത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാമെന്നേ ഉള്ളൂ. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ മോർണിംഗ് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് സെൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ഡേയ്സ് ആയിട്ട്, അതായത് ഫ്രൈഡേ മുതൽ സെല്ല് നല്ല രീതിയിലേക്ക്, ഗോൾഡ് നല്ല രീതിയിലേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും സെൽ എൻട്രികൾക്കാണ് നമുക്ക് കൂടുതൽ ചാൻസസ് ഉള്ളത്. അതായത് ബൈ എൻട്രികൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുന്നത് വരെ സെല്ല് പോവാൻ തന്നെയാണ് ചാൻസസ് കൂടുതലായിട്ട് ഉള്ളത്. ഇത് സാധ്യതകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. കറക്റ്റ് ഇത് തന്നെയാണ് വരിക എന്നുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഏകദേശം ഇത്രയും സമയം നമ്മുടെ മാർക്കറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം ഇന്നത്തെ ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 2-3 ഡേയ്സ് ആയിട്ട് നമുക്ക് ഗോൾഡ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഗോൾഡ് അതുകൊണ്ട് തന്നെ ഒരു അപ്പ് മൂവ്മെന്റ്സിനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടായി എന്ന് കരുതി അത് ബൈയിലേക്ക് പോകുകയാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഹോൾ മാർക്കറ്റ് ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചുള്ള വളരെ വേഗത്തിൽ ഗോൾഡ് ഡൗൺ ആകാനും അപ്പ് ആകാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഹോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈയിലേക്ക് നിലവിൽ ഒരു ചാൻസസും ഇല്ല, സെല്ലിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. കുറച്ച് അപ്പ് മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോഴും കൂടുതലും ഹോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലായിരിക്കുന്നിടത്തോളം കാലം അത് പെട്ടെന്ന് തന്നെ ഒരു റിജക്ഷൻ സംഭവിച്ച് ഡൗൺ ആകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈവനിങ് മാർക്കറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം ന്യൂയോർക്ക് മാർക്കറ്റ് ആണ്, ഹൈ വോളറ്റൈൽ ആണ്, അതുപോലെ തന്നെ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. ആ സമയത്ത് ട്രെൻഡ് മാറാനും ഡയറക്ഷൻ മാറാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇത് മോർണിംഗ് മാർക്കറ്റിന്റെ ഒരു സാധ്യതകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തരും അവരവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള പെർഫെക്റ്റ് എസ്എല്ലും പെർഫെക്റ്റ് എൻട്രിയും എടുത്തിട്ട് മാത്രമായിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ എസ്എൽ ഇല്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മന്ത്ലി $15 ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഇൻഡിവിജ്വൽ സെഷൻസ് ആണ്. നമ്മുടെ കോമൺ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ആണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അതിൽ ജോയിൻ ചെയ്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്